മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. Gospel according to Mark chapter 15 verse 21. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. മതി. ഈ അനുഗ്രഹീതമായ ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മർക്കോസ് പ്രധാനമായിട്ട് ഈ സുവിശേഷം എഴുതുന്നത് ജാതികൾക്കാണ്, പ്രത്യേകിച്ച് റോമാക്കാർക്ക് ഈ സുവിശേഷം അദ്ദേഹം എഴുതുമ്പോൾ ഈ സുവിശേഷം അവരുടെ കരണങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ പൗലോസ് എഴുതിയ റോമാലേഖനം റോമാക്കാർക്ക് ലഭിച്ചു കഴിഞ്ഞു. റോമാക്കാർക്ക് പൗലോസിന്റെ തൂലികയിലൂടെ എഴുതിയ ഏറ്റവും പ്രൗഢഗംഭീരമായ, നമുക്ക് ഗ്രഹിക്കാനായിട്ട് വളരെ പ്രയാസമുള്ള, വളരെ അവഗാഹമായ ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന റോമാലേഖനം. അപ്പോൾ ആ റോമാലേഖനം പൗലോസ് അവർക്ക് നേരത്തെ തന്നെ എഴുതി അയച്ചു കഴിഞ്ഞു. അതിൻ്റെ 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലെ പൗലോസ് ഒരുപാട് പേർക്ക് വന്ദനം പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിന് വന്ദനം ചൊല്ലും. അവൻ്റെ അമ്മയും എന്ത് ചെയ്യും, അവൾ എനിക്കും എന്താണ്, എൻ്റെയും കൂടെ അമ്മ എന്നുള്ള പദത്തിലാണ് പൗലോസ് പറയുന്നത്, അവൾ കൂടെ വന്ദനം ചൊല്ലുക. അപ്പോൾ ഓൾറെഡി ഇവർക്കറിയാം ഈ രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനാണ്. അപ്പൊ രൂഫോസിനെ കുറിച്ച് അവരന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പ്രസിദ്ധനായ രൂഫോസിന് പൗലോസ് വന്ദനം ചൊല്ലുകയാണ്. എന്നാൽ എന്തുകൊണ്ട്, എങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായി എന്നുള്ളത് അവിടെയുള്ള ദൈവമക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ട് മർക്കോസ് ഈ കാര്യം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മർക്കോസ് അങ്ങനെയുള്ള ആ സുവിശേഷം വായിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരെ കഴുകാത്ത കരങ്ങൾ കൊണ്ട് ആഹാരം കഴിക്കുന്നതിനെ കുറിച്ച് മറ്റു സുവിശേഷം ഉണ്ടപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പില്ല. പക്ഷെ ഇവിടെ മർക്കോസ് അത് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചെറിയ പ്രയാസം ഉണ്ടായ കാര്യം അവർ വായിക്കുമ്പോൾ അവർക്കറിയാം, അവരെവിടെ പോയി വന്നാലും കൈകാലുകൾ കഴുകി, കൈ നന്നായി കഴുകി മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മത്തായിയോ മറ്റ് സുവിശേഷകരോ അത് എഴുതുമ്പോൾ അതിൻ്റെ അടിയിൽ അതിൻ്റെ വിശദീകരണം എഴുതേണ്ട കാര്യമില്ല. പക്ഷെ മർക്കോസ് എഴുതിയപ്പോൾ അവർക്ക് ജാതികൾ അല്ലെങ്കിൽ റോമാക്കാർ വായിക്കുമ്പോൾ എന്തിനാ പ്രശ്നം ഉണ്ടായി, എന്തിനാ പ്രശ്നമുണ്ട്, ഒരു പക്ഷേ അവർ കഴുകാത്ത കൊണ്ടായിരിക്കും കഴിക്കുന്നത്, ഇത്രയും പ്രശ്നം ഉണ്ടാക്കണോ? അപ്പോൾ അതിൻ്റെ അടിയിൽ അവർ എഴുതിയിട്ടു, മർക്കോസ് എഴുതിയിട്ടു, യഹൂദൻ എവിടെ പോയി വന്നാലും വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. പരീശന്മാരും യഹൂദന്മാരൊക്കെയും പൂർവന്മാരുടെ സമ്പ്രദായം പ്രമാണിച്ച് കൈ നന്നായി കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല. അപ്പൊ അതിന്റെ അടിയിൽ അത് എഴുതി വെച്ചത് നന്നായി മനസ്സിലാക്കാൻ. ഇതുപോലെ തന്നെ റോമാക്കാർക്ക് സുവിശേഷം എഴുതുമ്പോൾ അവർ ഓൾറെഡി കേട്ടിട്ടുണ്ട് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. പക്ഷേ അദ്ദേഹം എഴുതുകയാണ് എന്തുകൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി. ഹല്ലേലൂയ. അതിന്റെ കാരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധത്തിൽ മറക്കാൻ കഴിയാത്ത 3 സ്ഥലങ്ങളാണ്. 1 ഗത്സമന, 2 ഗബദ, 3 ഗോൽഗോഥ. ഈ 3 സ്ഥലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് ദൈവികമായിട്ടുള്ള വെളിപ്പാടുകൾ, നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുന്ന ഒരുപാട് ചിന്തകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാധാരണ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവിനെ അനുഗമിക്കണം. അനുഗമിക്കുമ്പോൾ തന്നെ കാനാവിലെ വിവാഹ വീട് തൊട്ട് ഗത്സമന വരെ കർത്താവിനെ അനുഗമിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഒരു യഥാർത്ഥ ദൈവപൈതല് ഗത്സമന മുതൽ ഗോൽഗോഥയോളം കർത്താവിനെ അനുഗമിക്കണമെന്ന് ദൈവമായ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാനാവിലെ വിവാഹ വീട് തൊട്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാകാം. നമ്മുടെ കൂട്ടിന് ആളുകളുണ്ട്, കൂട്ടായ്മയ്ക്ക് ആളുകളുണ്ട്, എല്ലാ മേഖലകളിലും നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് പലപ്പോഴും ആളുകൾ കാണാം. എന്നാൽ യേശുവിനെ അനുഭവിച്ചറിയും തോറും നമ്മളിലുള്ള ദൈവകൃപയുടെ ആഴം തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ഗത്സമനയുടെയും ഗബദയുടെയും ഗോൽഗോഥായുടെയും അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മെ വിടും. അന്ന് കൂടെ നിൽക്കുന്നവരെല്ലാം കൂട്ടമായി ഓടിപ്പോകുന്ന സമയമാണ്, ഒറ്റപ്പെട്ടു പോകുന്ന സമയം, കുറ്റപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടുന്ന സമയമാണ്. പ്രതിസന്ധികൾ, പ്രക്ഷുബ്ധാവഹമായ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്നൊരു സമയമാണ്. പക്ഷെ അവിടെ ദൈവപൈതൽ ഭാരപ്പെടാൻ ഇടയാകരുത്. മനുഷ്യനെല്ലാവരും ഓടിപ്പോയാലും ദൈവം നിനക്ക് വേണ്ടി ഒരു ശിമോനെ എഴുന്നേൽപ്പിക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു മന്ത്രിയെ എഴുന്നേൽപ്പിക്കും. ദൈവം നിനക്ക് വേണ്ടി ഒരു നിക്കോദീമോസിനെ എഴുന്നേൽപ്പിക്കും. നീ അറിയാത്ത ചിലരെ നിനക്ക് വേണ്ടി ദൈവം കരുതുവാനിടയാകും.
നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട മേഖലകൾ നീ ഭയപ്പെടുന്നതിന്റെ പരമാധികാരി സ്വർഗത്തിലെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാനിടയാകും. നിന്റെ ജീവിതത്തിന്റെ ഏകാന്തമായ പാതയിൽ നീ മുങ്ങിത്താഴുമോ എന്ന് ഓർത്ത് ഭാരപ്പെടുമ്പോൾ ഓളപ്പരപ്പുകളെ മുഴുവനായി കാൽ കീഴാക്കിക്കൊണ്ട് അതിന്റെ മുകളിലൂടെ നടന്നു വന്ന കർത്താവ്, നീ ഭയപ്പെടുന്നതിന്റെ മേൽ എനിക്കാണ് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു ഗത്സമനയാണ്, ഒരു ഗപതിയാണ് പത്മോസ് പറയുന്ന ദ്വീപ്. അവിടെ കർത്താവായ യേശു യോഹന്നാന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. യോഹന്നാനോട് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ യോഹന്നാനോട് നമുക്ക് ചോദിക്കാം, നീ ഏതിനെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? യോഹന്നാനോട് ചോദിച്ച യോഹന്നാൻ പറയൂ, ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്ന മരണത്തെയാണ്. കാരണം ഈ ദ്വീപിൽ വന്നവരാരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. ഈ ദ്വീപിൽ വന്നവരെല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് മരണദൂതന് എന്നെ കൊണ്ട് പോകൂ. അങ്ങനെ അവൻ മരണത്തെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. എന്നാൽ കർത്താവിനെ അവൻ കണ്ടപ്പോൾ അവൻ വീണു, ആ കാൽക്കൽ വീണു. കർത്താവിന്റെ മേൽ കൈവച്ചു എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ അടുക്കലേക്ക് കുനിഞ്ഞ് അവന്റെ മേല് യേശു വലങ്കരം പിടിച്ച് വലങ്കരം വെച്ചിട്ട് അവനോട് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ട, നീ കരങ്ങളിലേക്ക് നോക്ക്. ഈ താക്കോല് കണ്ടോ? ഇത് മരണത്തിന്റെ മേലും പാതാളത്തിന്റെ മേലും അധികാരമുള്ള എന്റെ കരങ്ങളിൽ ഇരിക്കുന്ന താക്കോലാണ്. ഇന്ന് പകൽ ദൈവ വൈതലേ, നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നതിന് മേലെ അധികാരമുള്ളവനായ എന്റെ കർത്താവ് വന്നിട്ടുണ്ട്. നീ ഏതിനെയാണോ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ഏതിനെയാണോ നീ പേടിക്കുന്നത്, അതിന്റെ മേൽ അധികാരം എന്റെ ദൈവത്തിനുണ്ട്. അതൊരു ദോഷം ചെയ്യാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. അതൊരു ദോഷമായി നിന്റെ ജീവിതത്തിൽ പരിണമിപ്പാൻ എന്റെ ദൈവം നിനക്ക് അനുവാദം തരാതെ നിന്നെ രക്ഷിക്കാൻ ഇന്ന് പകൽ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവചനം 25:8 നാം വായിക്കുന്നുണ്ട്, മരണത്തെ അവൻ സദാകാലത്തേക്കും എന്ത് ചെയ്യൂ? നീക്കിക്കളയുവാനിടയായി. ഇന്ന് പകൽ മരണഭീതിയിൽ ആരെങ്കിലും ഈ ആലയത്തിൽ ഇരിക്കുന്നെങ്കിൽ ഓർക്കണം, ഡോക്ടേഴ്സ് അല്ല, ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ല, നിന്റെ പ്രാണൻ എത്ര കാലം നിന്റെ ശരീരത്തിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഈ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയാൻ അധികാരമുള്ള ദൈവത്തിന് 10 വർഷമോ 20 വർഷമോ 50 വർഷമോ നിന്റെ പ്രാണനോട് കൂട്ടിച്ചേർക്കാൻ അവന് മാത്രമേ അധികാരമുള്ളൂ. 2025 അപ്പുറത്തേക്ക് നിന്നെ വിടത്തില്ലെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് പകൽ എന്റെ ദൈവം പറയുന്നു, പരമാധികാരി ഞാനാണ്, പരമാധികാരി ഞാനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ മാസയോഗത്തിൽ ഞാൻ ഞങ്ങളുടെ മോനുണ്ടായ പ്രയാസത്തിലെ ഒരു കാര്യം ഓർപ്പിക്കുവാനിടയായി. അവന് ഉക്രൈനിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. ഞങ്ങൾക്ക് പോകാൻ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ ഏറ്റവും ഒടുവിൽ തടസ്സങ്ങളിൽ അതിജീവിച്ച് ഞങ്ങൾ ഉക്രൈനിൽ എത്തുവാനിടയായി. അവന് കിടക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ്, മെഡിക്കൽ സംഘം ഞങ്ങളെ അവരുടെ മുമ്പിൽ വരുത്തി അവർ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുവാനിടയായി. രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പറഞ്ഞു, അവനെ ട്രക്കോസ്റ്റോമി ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇനി പാടുമോ അല്ലെങ്കിൽ സംസാരം അങ്ങനെയുള്ള കാര്യങ്ങൾ അവന് ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. 2 വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ജീവിതകാലം മുഴുവൻ രക്ഷപ്പെട്ടാലും ഇങ്ങനൊരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലായിരിക്കും. 3 അവൻ്റെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. 4 നല്ല ഓർമ്മ കാണത്തില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറയുവാനായിട്ടിടയായി. അപ്പോൾ അവന് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത് അവന് ഈ ക്ലിപ്പുകൾ ഇങ്ങനെ അയക്കും. അപ്പോൾ ആ ക്ലിപ്പ് ഞാനങ്ങനെ കാണാറില്ല. ദൈവത്തിന് സ്തോത്രം, ജോളിയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിൻ്റെ തലയാഴ്ചയിലെ ആരാധനയുടെ ക്ലിപ്പ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണാറുണ്ട്. അന്ന് അവൻ പാടിയ പാട്ടാണ് ഇന്നിവിടെ രാവിലെ പാടിയ പാട്ട്. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. 1-2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം അതിങ്ങനെ ആവർത്തിച്ച് പാടിയത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനകത്ത് തന്നെ ഒരു 5-6 പ്രാവശ്യം ആ പാട്ട് ഇങ്ങനെ സംഹാരകൻ എന്നെ കടന്നുപോയി, സംഹാരകൻ എന്നെ കടന്നുപോയി എന്ന് അവനിങ്ങനെ പാടുവാനിടയായി. ആ പാടിയതൊരു ഞായറാഴ്ചയാണ്. വെള്ളിയാഴ്ചയാണ് സംഹാരദൂതൻ അവൻ്റെ അടുക്കൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ മരണത്തിൻ്റെ ആ തണുത്ത കരങ്ങൾ ഞങ്ങൾക്ക് ദൃശ്യമാകുന്ന രീതിയിലാണ്. അവനിങ്ങനെ കട്ടിൽ കിടക്കുന്ന വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടി ചലനമുണ്ട്, യാതൊരു മാറ്റങ്ങളുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവമക്കളെ, ഇവിടെ ഓരോ പാട്ടുകൾ പാടുമ്പോഴും ഓരോ ഗാനങ്ങൾ നാം കൂടെ പാടാൻ അവസരം ലഭിക്കുമ്പോൾ, ഒരു സങ്കീർത്തനം വായിക്കുമ്പോൾ ഒന്നും നമ്മൾ അലസമായിട്ട് നിൽക്കരുത്. നാളെയുടെ ദിവസങ്ങളിൽ നമുക്കെതിരെ ശത്രു തൊടുത്തുവിടുന്ന വിഷലിപ്തമായ അമ്പുകളെ ഒടിക്കാൻ ദൈവം ഒരു ആയുധം നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ അധരങ്ങളിൽ നൽകുക. രാജാവിൻ്റെ ശത്രുവിൻ്റെ നെഞ്ചത്ത് തറയ്ക്കുന്ന ആയുധങ്ങളായിട്ട് അത് മാറണം. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവ്യദാസ പ്രസംഗവുമായിട്ട് വരുമ്പോൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ടേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഒരു പാട്ട് പാടുമ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ അതിനകത്തൊരു ദൂതുണ്ട്. ദൈവത്തിന് സ്തോത്രം.
മാത്രമല്ല ശത്രുവിനെ ചിതറിക്കാൻ പുക പതറിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന് നന്മയ്ക്ക് മേലെ വാതുകെട്ടുന്ന ശത്രുവിനെ ചിതറിക്കാൻ ഒരു അഭിഷേകത്തിന് നിറവ് ആ പാട്ടിനകത്തുണ്ട്, ആരാധനയിലുണ്ട്, എല്ലാ മേഖലകളിലുമുണ്ട്. അതുകൊണ്ട് നാം ദൈവസേനയിൽ വരുമ്പോൾ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയും, ഏതെല്ലാം വിധത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ, ദൈവത്തിന് മഹത്വം കയറ്റാൻ കഴിയുമോ, ആ വിധത്തിലെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പാടിയതുപോലെ സംഹാരദൂതൻ അവനെ കടന്നു പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവർ പറഞ്ഞു രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ മെഡിക്കൽ സയൻസിനെല്ലാം അവരുടെ ചിന്താഗതികളെ, അവരുടെ നിഗമനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് അവനെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് എനിക്കൊരു വാശി, ഇവനെയും കൊണ്ട് ഇവർ പറഞ്ഞല്ലേ. അപ്പോൾ ഒന്നാമതേ ഒരു പഴയ റഷ്യയുടെ ഭാഗമാണ്, വൈരുദ്ധ്യാത്മിക ഭൗതികവാദവും ദൈവനിഷേധാത്മകമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം. അതുകൊണ്ട് ഇവനെയും കൊണ്ട് ഡോക്ടർ പറഞ്ഞ് അനങ്ങാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ നിർബന്ധിച്ച് പിന്നെ ഇവനെയും കൊണ്ട് റൂമിൽ വന്നു, അവൻ്റെ ഹോസ്റ്റലിൽ വന്നു. അടുത്ത ഞായറാഴ്ചയായപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചടാ, ഞാൻ 2-3 പേരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നിന്നെ ഞങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം, ചർച്ചിൽ പോവാന്ന് പറഞ്ഞു. ചർച്ചിൽ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാൻ മാത്രമല്ല, അവിടെ ഒരു വലിയ ഉയരമുള്ളൊരു സ്റ്റൂളുണ്ട്, അത് ചാരി നിന്നുകൊണ്ട് നീ വർഷിപ്പ് ലീഡ് ചെയ്യണം. കാരണം അവർ പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ലെന്നാ. അതുകൊണ്ട് ഓക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 9 നിലയുടെ മുകളിൽ നിന്ന് ലിഫ്റ്റ് താഴെ ഇറങ്ങി ഇവനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് യൂബർ കാറ് വന്നു. അപ്പോൾ ആ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. കൂടെയുള്ള ഒരാൾ ഗേറ്റ് തുറക്കാനായിട്ട് പോയി. ചുരുക്കി പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്നും ബാലൻസ് തെറ്റി ഇവൻ നേരെ ഫ്ലാറ്റായിട്ട് വീണു. പിശാച് എന്നോട് ചോദിച്ചു, കണ്ടോ നീ വെല്ലുവിളിക്കാൻ തയ്യാറായാൽ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇത് ഓപ്പറേഷൻ കഴിഞ്ഞ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിലുള്ള ആ ബോൺ ഫ്രാക്ചർ ആയതാണ്, അങ്ങനെ ഫാറ്റ് എംബോളിസം ഉണ്ടായതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ബോണാണ് പിന്നെ അത് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഈ സമയത്ത് ഞാൻ കൊണ്ടുപോകുന്നത്. ഏതായാലും അവൻ ഓടി വന്ന് എല്ലാവരും കൂടെ ഓടി എഴുന്നേൽപ്പിച്ചു. കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല. ചർച്ചിൽ പോയപ്പോൾ എനിക്ക് ആശങ്കയായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല ദൈവത്തിൻ്റെ കൃപയാൽ. അവിടെ ചെന്ന് വർഷിപ്പെല്ലാം ലീഡ് ചെയ്ത് തിരിച്ചു വന്നു. 9 നിലയുടെ ആ ലിഫ്റ്റിൻ്റെ അവിടെ എത്തി. ലിഫ്റ്റ് ഓൺ ആക്കാൻ നോക്കിയപ്പോൾ ലിഫ്റ്റ് കേടായി. വീണ്ടും വിശാദനോട് ചോദിച്ചു, ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയോ, വെല്ലുവിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ കൂടെയുള്ള എഡ്വിനോട് ഞാൻ പറഞ്ഞു, നീ പോയി മോളിൽ പോയിട്ട് അതിൻ്റെ 10-15 നിലയുണ്ട്, മോളിൽ പോയിട്ട് ആ ലിഫ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നോക്കാൻ പറഞ്ഞു. അതിനു മുമ്പേ ഓപ്പറേറ്ററെ വിളിക്കാൻ പറഞ്ഞു. പക്ഷേ ഓപ്പറേറ്റർ എന്താ വിളിച്ചാലും ഞായറാഴ്ച വരത്തില്ല. അവർ പറഞ്ഞു അവർ അവധിയായിട്ട് വരികയേയില്ല, ഞങ്ങൾ സാധാരണ ഇങ്ങനെ സംഭവിച്ചാൽ നടന്നു കയറുകയാണ്. എനിക്കിവനെ കൊണ്ട് 9 നില കയറാൻ പറ്റത്തില്ല. കയറി കഴിഞ്ഞാൽ അവിടുന്ന് ആളുകൾ എന്നെ ഓടിക്കും, കാരണം ഇതുപോലെ വിവരക്കേടും പരിജ്ഞാനക്കേടും നീ കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാനും എന്നോട് പറഞ്ഞു, നീ ഏറ്റവും മുകളിലൊന്ന് പോകും. അവൻ പറഞ്ഞു, അത് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് പോയിട്ട് നീ പോകാൻ പറഞ്ഞു. ദൈവമക്കളെ, അവനവിടെ ചെന്ന സമയം കൊണ്ട് ടിക് ഒരു ശബ്ദം കേട്ടു. ലിഫ്റ്റ് നേരെയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ പല മേഖലകളിൽ ശത്രു വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യങ്ങളിലും ദൈവം പരമാധികാരിയായി വെളിപ്പെടും. ദൈവത്തിൻ്റെ ശക്തി ദൈവം പകരുവാനിടയാവും. ഇന്ന് നീ ആശങ്കയുടെ ആകുലതയുടെ ഏതെങ്കിലും വിഷയത്തിലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ ആ ഗത്സമനയില്, ഗബതയില്, ഗോൽഗോഥായില് നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. മഹത്വവാനായിട്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാവും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ സമയത്തൊരു ശിമോനെ, ചിലപ്പോഴൊക്കെ നമ്മുടെ ഭാരങ്ങൾ സ്വയമായിട്ട് നമുക്ക് വഹിക്കാൻ കഴിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഒരു ആശ്വാസവാക്ക് പറയാനായിട്ട് നമ്മളെ കാത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. ചില സമയത്ത് അതൊന്നും കേൾക്കാൻ പോലും കഴിയത്തില്ല. 2018 ഞാനൊരു ആശങ്കയിലൂടെ ആകുലതയിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയ സമയം. അപ്പോൾ ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ വരുന്ന ആളോട് ഞാൻ പറയാം, പാസ്റ്ററെ ഈ സാഹചര്യം ഒന്നും പ്രയാസമായിട്ട് കാണണ്ട, ഇങ്ങനെയുള്ള സ്ഥിതികളൊക്കെ വന്നാലും ദൈവം അതിനകത്ത് വന്ന് വിടുതൽ നൽകും. ഒരു രാത്രിയാണെങ്കിലും സൂര്യൻ ഉദിച്ച് പ്രഭാതം വരുമല്ലോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വേണേൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, എന്നോട് പറയണ്ടേ. പക്ഷെ അവരിങ്ങോട്ടൊന്ന് പറഞ്ഞാൽ മതിയത്. പക്ഷെ അങ്ങനെ പറയാൻ പോലും ഒരാളെ ഞാൻ കണ്ടില്ല. കൂടെ എൻ്റെ വൈഫ് ജോളിയാണ് ഉണ്ടായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കും, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആ ഭാരമൊന്ന് വഹിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴൊക്കെ ദൂത് പറയാൻ ആളില്ലെങ്കിലും നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ദൈവത്തിന് സ്തോത്രം നമ്മെ ശക്തിപ്പെടുത്തുന്നത് ചിലതൊക്കെ കാണാനായിട്ട് കഴിയും. പിന്നത്തേതിൽ ഞാൻ പിന്നെ സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയാണ്. ഞാൻ തന്നെ ദൈവത്തിൻ്റെ വചനം വായിച്ച് ഒരുപാട് സമയം അതിനെടുക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഏറ്റവും ഒടുവിൽ ദൈവം ഒരു ദൂത് നൽകും. ഏതെങ്കിലും ഒരു മേഖലയിൽ ആ പ്രശ്നത്തിന് പുറത്തു വരാനുള്ള സന്ദേശം ദൈവാത്മാവ് കൈമാറുവാനിടയാകും. അതുകൊണ്ട് ഓർക്കണം, ചില
എപ്പോഴും പാസ് കാണണമെന്നില്ല, എപ്പോഴും പ്രവാചകൻ കാണണമെന്നില്ല, ആലോചന പറയുന്ന ആൾ എപ്പോഴും കാണണമെന്നില്ല. പക്ഷെ നാം ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ഈ പ്രകൃതി നിന്നോട് സംസാരിക്കൂ, ഈ ആകാശം നിന്നോട് സംസാരിക്കൂ, ഈ ചരാചരങ്ങൾ നിന്നോട് സംസാരിക്കൂ. അതിന്റെ പിന്നിലെ കരം ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനിടയാകും. എൻ്റെ ദൈവത്തിന്റെ കരത്തലങ്ങളെ, അതിന്റെ അടയാളങ്ങളെ മായ്ക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് മരുഭൂമിയിലായിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, മതി യഹോവേ, മതി, എന്റെ പ്രാണനെ എടുക്കണമേ. ഹല്ലേലൂയ. പക്ഷെ അവൻ അങ്ങനെ ഭാരപ്പെടുമ്പോൾ അവൻ കിടക്കുന്നത് ഒരു ചൂരച്ചെടിയുടെ കീഴിലാണ്. ആ സ്ഥലം മരുഭൂമിയാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് മരുഭൂമി എന്ന് വിളിക്കുന്നു? ഒരു നിശ്ചിത അളവിൽ താഴെ വല്ലപ്പോഴും മഴ പെയ്യുന്ന സ്ഥലമാണ് മരുഭൂമി. പ്രകൃതിയുടെ ക്രൂരമുഖമാണ് മരുഭൂമി. ദൈവത്തിന് സ്തോത്രം. അകപ്പെട്ടു പോയാൽ ദിശ അറിയില്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് മരിച്ചുപോയ സ്ഥലമാണ് മരുഭൂമി. അവിടെ മഴയില്ല, അവിടെ ആരും വാട്ടർ സപ്ലൈ ഇറിഗേഷന്റെ പ്രൊജക്ടുകൾ അവിടെയില്ല, മഞ്ഞ് പെയ്യുന്നില്ല, ഉറവകൾ അവിടെയില്ല, യാതൊരു തരത്തിലും ഒരു വെള്ളത്തിന്റെ കണിക പോലും കാണാനായിട്ട് കഴിയാത്തൊരു സ്ഥലമാണ് മരുഭൂമി. പക്ഷേ വചനം പറയുന്നു, ഒരു ചൂരച്ചെടിയുടെ തണലില് ഏലിയാവ് കിടന്നുറങ്ങുവാനിടയായി. മഴയില്ലാത്തിടത്ത്, ഉറവയില്ലാത്തിടത്ത്, മഞ്ഞില്ലാത്തിടത്ത് ഒരു ചൂരച്ചെടി വാടാതെ നിർത്താൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെങ്കിൽ, അതിന് തണൽ കൊടുക്കത്തക്ക വിധത്തില് ഒരു ചൂരച്ചെടിയെ നിർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഏലിയാവേ, നിന്റെ ദൈവത്തിന് വലുത് ചൂരച്ചെടിയല്ല, നീയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാല പ്രകൃതിയിൽ ചിലതിനെയൊക്കെ ദൈവം വാടാതെ മങ്ങാതെ നിർത്താനായിട്ട് കഴിയുമെങ്കിൽ, ദൂത് പറയാൻ ആളില്ലെങ്കിൽ നീ ഭാരപ്പെടുവാനിടയാകരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ കരം കുറുതായി പോയിട്ടില്ല. അവൻ ഇന്ന് പകൽക്കാലം നിന്റെ സങ്കട യാചനകൾ കേട്ട് നിനക്ക് മറുപടി അയക്കാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഗത്സമനയിൽ കർത്താവിനെ ശക്തിപ്പെടുത്താൻ ദൈവം ദൂതനെ അയച്ചു. ഇവിടെ ഇതാരുമില്ല. കർത്താവിന്റെ ശരീരം മുഴുവനായിട്ട് മുറിവുകളാണ്. ആദ്യത്തെ രക്തത്തുള്ളി വീണത് ഗത്സമനയിലാണ്. പീലാത്തോസിന്റെ ഗബതയിലെ ശിരസ് മുതൽ പാദം വരെ അടികളേറ്റ് ആപാദചൂടം നിണമണിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് നിൽക്കുക. ചാട്ടുപാറകൾ കൊണ്ടുള്ള അടി, ആ അടിയില് ശരീരത്തിലെ രക്തം മുഴുവൻ ധാരധാരയായി ഒഴുകുക. ഭാരമേറിയ മരക്കുരിശും എടുത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഗോൽഗോഥായിലേക്ക് കടന്നു പോകുക. തലരാത്രി പെസകയോടുകൂടെ ആഹാരം കഴിച്ചതാണ്. പിന്നെ ആരും കർത്താവിന് ആഹാരം കൊടുത്തിട്ടില്ല. പിന്നെ കർത്താവിന് ആരും ജലം കൊടുത്തിട്ടില്ല. ശരീരത്തില് ജീവൻ നിലനിർത്തേണ്ട രക്തം മുഴുവൻ ആ ഗത്സമന മുതല് പിന്നത്തേതില് ഗബതയിൽ ഒഴുക്കി കർത്താവ് ഭാരമേറിയ മരക്കുരിശും എടുത്തുകൊണ്ട് വയലോട റോസ എന്നറിയപ്പെടുന്ന വ്യാകുല വഴി, ആ വഴിയിലൂടെ ഗോൽഗോഥായിലേക്ക് കർത്താവ് കടന്നു പോകുമ്പോൾ പടയാളികൾക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ഈ ക്രൂശുമായി ഗോൽഗോഥായിൽ എത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായം. അവിടെ ആളുകളെ അവർ നോക്കുകയാണ്. എല്ലാവരും യഹൂദന്മാരാണ്. വീണ്ടും ബാക്കിയുള്ളവര് റോമൻ പടയാളികൾ. അവരാരും താങ്ങത്തില്ല. കാരണം യഹൂദന് ഉണ്ട്, ഇത് മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവർ. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറുവിരൽ എനക്കിയാൽ അതെല്ലാം ശാപത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ അവരാരും സഹായിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേനക്കാരനെ കാണുന്നത്. അപ്പൊ മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്ന വയലിൽ നിന്ന് വരുന്ന കുറേനക്കാർ. അപ്പൊ ഞാൻ കണ്ടു വയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ചുട്ടിത്തോർത്ത് കൊടുത്ത് തോളിലൊരു കൈക്കോട്ടൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന മനുഷ്യനായിട്ട് ഞാനിത് വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, വയലെന്ന് വാസ്തവത്തിൽ ഉദ്ദേശിച്ചത് ഒരു കൺട്രി സൈഡ്, ഉൾപ്രദേശത്തിൽ നിന്ന്, ഉൾഗ്രാമത്തിൽ നിന്ന് വന്നവനെന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ ഒരു വയലിൽ നിന്ന് ആ വേഷത്തിൽ കയറി വന്നെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ സുവിശേഷകന്മാരെ എഴുതിയത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ എഴുതി. അപ്പോൾ വയലിൽ നിന്നല്ല ശരിക്കും അദ്ദേഹം വന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരുപാട് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നോർത്ത് ആഫ്രിക്കയിലുള്ള ഇന്നത്തെ ട്രിപ്പോളി എന്നറിയപ്പെടുന്ന ഗത്താഫിയുടെ ആ നാട്ടുകാരനാണ്. ലിബിയയുടെ ഒരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി, അവർ തലമുറയായി അവിടെ താമസിക്കുന്നുണ്ട്. യഹൂദ നാട്ടിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു മറ്റൊരു രാജ്യത്തിൽ വന്നവരാണ് എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശ് ചുമക്കാനായിട്ട് ഇദ്ദേഹം നിർബന്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പടയാളികൾ നിർബന്ധിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവരെ എല്ലാ ഉത്സവങ്ങളും അവർ വരാറുണ്ട്. നമുക്ക് ഇതിപ്പോൾ പെസഹ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അവർ കുറേ പേര് വന്ന കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം യേശുവിനെയും കൊണ്ട് പോകുന്നത് കാണാനായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു നിയോഗം, ഒരു നിർബന്ധം ലഭിക്കുവാനിടയായത്. വീണ്ടും നാം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളില് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ 10-16 ദേശക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇടയിലും കുറേനക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ വന്നിരിക്കുന്ന പെന്തക്കോസ്ത് പെരുന്നാൾ കൂടാൻ വേണ്ടിയാണ്. വീണ്ടും സ്തേഫാനോസിനോട് തർക്കിക്കുന്നവരുടെ കൂട്ടത്തിൽ കുറേനക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കുറേനയിലുള്ള കുറേ പേര് സ്തേഫാനോസിനോട് തർക്കിക്കുന്നു. അവർ യഹൂദന്മാരാണ്, പക്ഷെ അന്യ നാട്ടിൽ പോയി താമസിക്കുന്നെങ്കിലും ഇവിടെ നടക്കുന്ന ദേശീയ ഉത്സവങ്ങളിലൊക്കെ അവർ വന്ന് സംബന്ധിക്കാറുണ്ട്. ദൈവത്തിന്
സ്തോത്രം. അങ്ങനെ ഈ കുറേനക്കാരന് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ബാക്കി ആരും ഈ ക്രൂശിനെ ഒന്ന് താങ്ങാനായിട്ട് തയ്യാറാകത്തില്ലെങ്കിലും ഈ മനുഷ്യന് ഈ ക്രൂശിനെ ഒന്ന് താങ്ങാനായിട്ടിടയാകും. ദൈവമക്കളെ, അങ്ങനെ അവർ നിർബന്ധിച്ചപ്പോൾ പടയാളികളുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ഈ മനുഷ്യൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിനെ ഒന്ന് അല്പസമയത്തേക്ക് അദ്ദേഹം ഒന്ന് താങ്ങുവാനായിട്ടിടയായി. പുറകിൽ അതിനെ താങ്ങിക്കൊണ്ട് നടന്നു എന്നാണ് നാം ലൂക്കോസിന്റെ സുവിശേഷവുമായിട്ടൊക്കെ ചേർന്ന് പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അക്ഷരീകമായിട്ട് നമ്മുടെ കർത്താവിന്റെ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപിടിയുന്നതിന് മുമ്പ് ആ രക്തത്തുള്ളികൾ വീണ ഒരു മനുഷ്യനായിട്ട് ഈ ശിമോനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഗത്സമനയിൽ വീണിട്ടുണ്ട്, ആളുകളുടെ മേളിൽ വീണതായിട്ട് നമുക്കറിയത്തില്ല. പീലാത്തോസിന്റെ കൽത്തളത്തില് ഗബഥയിലെ കർത്താവിനെ അടിക്കുമ്പോൾ ഒരുപക്ഷെ രക്തത്തുള്ളികൾ തെറിച്ച പടയാളികളുടെ മേൽ വീണുകാണ്. പക്ഷെ അവർക്ക് രൂപാന്തരമൊന്നും സംഭവിച്ചില്ല. കർത്താവിനെ ക്രൂശിൽ നിന്ന് ഇറക്കാൻ ഈ ജോസഫും അതുപോലെ നിക്കോദിമോസൊക്കെയാണ്. ആ സമയത്തും ആ രക്തത്തുള്ളികൾ അവരുടെ ശരീരത്തിൽ വീണുകാണ്. പക്ഷേ നമ്മുടെ കർത്താവ് യേശു ഗോൽഗോഥായില് അവൻ മരിക്കുന്നതിന് മുൻപ് ദൈവത്തിന് സ്തോത്രം, ജീവന്റെ തുടിപ്പുള്ള രക്തത്തിന്റെ ചില കണികകള് ഈ ശിമോന്റെ മേൽ വീഴുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടാകാത്തൊരു മാറ്റം അവന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന്, അവന്റെ മേൽ അവകാശം പറഞ്ഞ ശത്രുവിന്റെ പോരുകളിൽ അഴിഞ്ഞു മാറുവാനിടയായെന്ന്, അവന്റെ കൈകളിലെ ബന്ധനങ്ങൾ മാറുവാനിടയായി. ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ തലമുറയിൽ ചെയ്തെടുക്കേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ആകാശമണ്ഡലങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ ജ്വലന ആ മനുഷ്യന്റെ ശരീരത്തിൽ വ്യാപരിക്കാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, ശത്രുവിന്റെ കരങ്ങളില് ഒരടിമയായി നിൽക്കാനല്ല ദൈവം ഇന്ന് പകൽ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രതികൂലത്തിന്റെ ചങ്ങലകളെ മുഴുവൻ പൊട്ടിച്ചെറിയാൻ ഒരഭിഷേകം ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവർ തങ്ങളുടെ സാക്ഷ്യം ഹേതുവായും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും പിശാചിനെ ജയിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ദൈവം വ്യാപരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്വപ്നം കാണും. സ്വപ്നം കാണുമെന്ന് പറഞ്ഞാൽ അനങ്ങാൻ പറ്റത്തില്ല, ശത്രു വന്ന് വരിഞ്ഞു മുറുക്കിയ അനുഭവം. അല്ല, ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ആനയൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടല്ലോ, സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഓടാൻ നോക്കിയാൽ കാലനങ്ങത്തില്ല, ഒരു വല്ലാത്ത പ്രശ്നം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും പ്രാവശ്യം അങ്ങനെ സെമിനാരിയിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ അന്നേരം നേരത്തെ പിതാക്കന്മാരെ ഞാനൊരു ഒരു മലയാളം ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് പോയി. അവിടുന്ന് അവർ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. തിയോളജിമാരിതൊന്നും പറയത്തില്ല, അവർ വിശ്വസിക്കത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, എന്ത് പ്രശ്നം വന്നാൽ യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ഇങ്ങനെ അനങ്ങാൻ വയ്യാതെ കിടക്കുമ്പോൾ ഉള്ളിൽ നാവനക്കാൻ പറ്റത്തില്ല, യേശുവിന്റെ രക്തം എന്ന് പറയുന്ന നിമിഷം തന്നെ ഹല്ലേലൂയ, അല്പാൽപമായിട്ടല്ല ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് മോചനം പ്രാപിക്കുന്നതിന്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ കുറേനക്കാരനായ ശിമോൻ അവൻ നിർബന്ധത്താലാണ് കേട്ടോ, ആരും അവൻ സ്വമനസാൽ ചെയ്താലും നിർബന്ധത്താൽ യേശുവിന്റെ ക്രൂശിനെ അവനൊന്ന് താങ്ങിയപ്പോൾ യേശുവിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന നിർദോഷമായ നിഷ്കളങ്കമായ അവിലയേറിയ രക്തം അവന്റെ ശരീരത്തിൽ വീണ നിമിഷം തന്നെ അവന്റെ മേലുണ്ടായിരുന്ന സകല അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളും അവകാശം പറയുന്ന സകല ലാഭാന്യ പോരുകളും അഴിഞ്ഞു വീഴുവാനിടയായി ആ മനുഷ്യൻ സ്വതന്ത്രനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ രക്തവുമായിട്ടൊരു വീട്ടിൽ ചെന്നാല്, രക്തക്കറയുമായി വീട്ടിൽ ചെന്നാൽ യെരൂശലേം മുഴുവൻ അന്ന് യേശുവിന്റെ രക്തത്തിന് വിരോധമായി വാദിക്കുക. ഹല്ലേലൂയ. പക്ഷെ ഈ മനുഷ്യൻ ഇതാ കർത്താവിന്റെ ശരീരത്തിലുള്ള രക്തവുമായിട്ട് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആ മനുഷ്യന് ആ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ, ആ പ്രിയപ്പെട്ടവള്, അദ്ദേഹത്തിന്റെ മക്കള്, അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ശക്തിയുടെ നിറവ് വ്യാപരിക്കാനിടയായി. ഇതൊരു ശാപത്തിന്റെ മാർഗമാണ്, ലോകം മുഴുവൻ നിന്ദിക്കുന്ന മാർഗമായിട്ട് അന്ന് ക്രൂശിനെ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ മനുഷ്യൻ ദൈവത്തിന്റെ ഒരു കരങ്ങളിൽ ഒരു ഉപകരണമാക്കി ദൈവനെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് പകല് യേശുവിന്റെ രക്തം വീണത്, യേശുവിന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചത് ഒരു താഴ്ചയ്ക്ക് വേണ്ടിയല്ല, ഒരു വീഴ്ചയ്ക്ക് വേണ്ടിയല്ല, ഒരു ദുരിതത്തിന് വേണ്ടിയല്ല. നീ കാണാൻ പോകുന്ന ഒരു ദുരന്തമല്ല, ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണാൻ, ഒരു ദൈവ പ്രവൃത്തി കാണാൻ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി ഒരു ചെറിയ പ്രവൃത്തി ചെയ്താൽ അതിന്റെ റിസൾട്ട് നാം വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല.
ചെറിയൊരു കാര്യം ചെയ്താൽ പലപ്പോഴും നമ്മൾ ചെയ്ത് മറന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഓർമ്മ പോലും കാണത്തില്ല. ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യം ചെയ്താൽ ഹല്ലേലൂയ, ആ കാര്യം നമ്മൾ ഒരുപക്ഷെ നമ്മൾ യാദൃശ്ചികമായിട്ടായിരിക്കും ചെയ്യുന്നത്, പക്ഷെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം നമ്മളെ നോക്കുക. ദൈവത്തിന് പ്രസാദം ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി. നമ്മളാരും ക്രിസ്തു അല്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒരു അവസരം തരുന്നു ക്രിസ്തു ആകാൻ. ഹല്ലേലൂയ, ക്രിസ്തുവിനെ പോലെ ചിലത് ചെയ്ത് ക്രിസ്തു ആകാൻ. നമ്മൾ ക്രിസ്തു അല്ല കേട്ടോ, ഞാൻ ക്രിസ്തു, നമ്മൾ ക്രിസ്തു ആകാൻ നമുക്ക് പറ്റത്തുമില്ല. പക്ഷെ ചില പ്രവൃത്തികൾ കൊണ്ട് ഒരു 2 സെക്കൻഡ് നേരത്തേക്ക്, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ക്രിസ്തുവിൻ്റെ ഒരു പ്രതിനിധിയാകാൻ നമുക്ക് അവസരം ലഭിക്കും. ഇവിടെ ഈ വാളകത്തിനടുത്ത് കുന്നേക്കാൽ ഒരു പൂവാലംകുന്ന് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എൻ്റെ കാര്യമാണ് കേട്ടോ, സെൽഫ് ഫ്ലാറ്ററി ആണെന്ന് വിചാരിക്കരുത്, എന്നെ തന്നെ പൂഴ്ത്തി പറയല്ല, പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ അവിടെ ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചിയും 2 മക്കളും. മക്കളൊക്കെ ആണെങ്കിൽ വളരെ ബലഹീനരാണ്. ഒരാൾ വിവാഹിതനാണ്, ഒരാൾ വിവാഹം കഴിച്ചിട്ടില്ല. വളരെ പാവപ്പെട്ട ഒരു കുടുംബം. അപ്പോൾ ബൈക്കൊന്നും അവിടെ കയറി പോകത്തില്ല. അപ്പോൾ ഞാൻ തൊട്ട് താഴെ, ഞാൻ അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ ബൈക്ക് താഴെ വെച്ച് അവിടെ പോകുന്നതൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് വിദേശ രാജ്യത്തൊന്ന് പോയി. വിദേശ രാജ്യത്ത് അവിടെ ചെന്ന് പോയപ്പോൾ എന്നെ കൊണ്ടുപോയ ആളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. അവിടെ നിന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. ഒരിക്കൽ ഫോൺ ചെയ്തിട്ടില്ല, ലെറ്റർ ചെയ്തിട്ടില്ല, ഒരു ബന്ധവുമില്ല. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു മാസം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ താമസിച്ച് ഒരുപാട് ശുശ്രൂഷകളൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹം എന്നെ അത്രമാത്രം കാര്യമായിട്ട് കെയർ ചെയ്യുക. ഒരു റോയൽ ലൈഫ് എന്നത് പറയാം ഒരു മാസം. അപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ തലേദിവസം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിച്ചോളാൻ പറഞ്ഞു. അല്ല, ഇത്രയും കാര്യമായിട്ടൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യാൻ, നമ്മൾ തമ്മിലൊരു ഫോൺ ചെയ്തിട്ടില്ല, നമ്മൾ തമ്മിലൊരു ബന്ധമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എന്തുകൊണ്ട് ഇത്രത്തോളം എന്നെ കരുതി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ എങ്ങനെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും റൂട്ട് കോസ് കാണും, അതെനിക്കൊന്ന് അറിയണം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ഈ പൂവാലംകുന്നലെ വീട്ടിൽ പോകും. ഈ പൂവാലംകുന്നലെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു അമ്മച്ചിയുണ്ട്. അപ്പോൾ ഈ അമ്മച്ചിക്ക് ഞാൻ പോരുന്ന സമയത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയ നന്മ കൊടുക്കും. അപ്പോൾ നിങ്ങളാണ് ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഞാൻ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി കൊടുക്കും. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ താമസിക്കുന്ന ഒരു അമ്മച്ചിയാണ്. അപ്പം അല്പമെങ്കിലും ദൈവികതയുടെ ഒരു കണികയുള്ള ഒരാൾ വെറും കൈയോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരത്തില്ല. അതുപോലെ ഒരു പാവപ്പെട്ട വീട്. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് ഈ പൈനാപ്പിളിൻ്റെ തോട്ടമുണ്ട്, വിശാലമായൊരു സ്ഥലം. അപ്പം ആ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കൽ പാസ്റ്ററോട് വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ ആ പൈനാപ്പിളുള്ള സ്ഥലത്തെ പണിക്കാരെ ആ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അവർ ചോദിച്ചു, ആ പോകുന്ന ആരാ? ആ അമ്മച്ചിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, അത് ഇവിടെ ഞങ്ങളുടെ ഒരു ചർച്ചിലെ ഒരാൾ എന്നൊക്കെ വേണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി വളരെ നന്നായിട്ട് പറഞ്ഞു, അത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററാണ്. അപ്പോൾ അവർ ചോദിച്ചു, അങ്ങനെ നിങ്ങളുടെ പാസ്സൊക്കെ വരും? ഞങ്ങളുടെ അച്ഛന്മാരൊന്നും അങ്ങനെ പോകാറില്ല. ഞങ്ങളുടെ പാസ് എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അമ്മച്ചിക്ക് അവിടെ കൂടെ നിർത്താമായിരുന്നു. പക്ഷെ അമ്മച്ചി പറഞ്ഞു, വരിക മാത്രമല്ല, വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു നന്മയും കൂടെ തരും എന്ന് അമ്മച്ചി പറയാനിടയിൽ. അപ്പോൾ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിലെ വെള്ളം കുടിക്കാനാണ് ഇവർ വരുന്നത്. അപ്പോൾ ഈ പണിക്കാരെ വേണമെങ്കിൽ അത് അവർക്ക് അവസാനിപ്പിക്കാം. പക്ഷെ അവരവിടെ അവസാനിപ്പിച്ചില്ല. അന്ന് വൈകുന്നേരം കൂലി വാങ്ങാനായിട്ട് തേവർമഠത്തിലെ വീട്ടിൽ ചെന്നപ്പോൾ തേവർമഠത്തിലെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു. അമ്മച്ചിയോടാണ് പ്രത്യേകമായിട്ട് പറഞ്ഞത്. അമ്മച്ചി ഒരു 5-6 മാസം മുമ്പ് കർത്തസന്നിധിയിൽ വാങ്ങിപ്പോയി. അപ്പച്ചൻ നേരത്തെ കടന്നുപോയി. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ആ ചർച്ചിലെ പാസ്റ്റർ അവിടുത്തെ ആ പൂവാലംകുന്നലെ വീട്ടിൽ വന്നത് അമ്മച്ചി ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടു, അമ്മച്ചിക്ക് ഒരു നന്മയൊക്കെ കൊടുക്കുമെന്ന് അമ്മച്ചി പറഞ്ഞെന്ന് ഞങ്ങളോട് പറഞ്ഞെന്നൊക്കെ അവരാ അമ്മച്ചിയോട് പറഞ്ഞു. അമ്മച്ചിക്ക് വേണേൽ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അമ്മച്ചി എന്ത് ചെയ്തു? അമ്മച്ചിയുടെ മോൻ ജോയി തേവർമഠത്തിൽ ജോയി ജോർജിനോട് വിളിച്ചു പറഞ്ഞു, എടാ നമ്മുടെ പാസ്റ്റർ ഇതുപോലൊക്കെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. അപ്പോൾ ജോയി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അന്ന് ഞാൻ തീരുമാനിച്ചു പാസ്റ്ററെ ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന്. ചെറിയൊരു പ്രവൃത്തി. ദൈവമക്കളെ, ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് എന്നോണമല്ല. മനുഷ്യർക്ക് എന്നോണം ചെയ്യാൻ എല്ലാവർക്കും ഉത്സാഹമാണ്. മനുഷ്യർക്ക് എന്നോണം ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഉത്സാഹിക്കുന്നു. ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് ഒരു സഹോദരൻ കുടുംബമായിട്ട് നാട്ടിലേക്ക് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുക. ബിജു ജോർജും കുടുംബവും. ഭാര്യ അവിടെ നിൽക്കുന്നു. ബാക്കി 3 മക്കളുമായിട്ട് അദ്ദേഹം ജോലി രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോരുക. രാവിലെ പ്രാർത്ഥിച്ച ഉടൻ 6 മണിക്ക് ഞാൻ അവിടെ ചെന്നു, ആ ഫ്ലാറ്റിൽ ചെന്നു. അപ്പോൾ അവിടെ 5-ാം നിലയാണ്. 5-ാം നിലയിലെ ലിഫ്റ്റ് കേടായിപ്പോയി. അപ്പോൾ വളരെ കഷ്ടപ്പാട്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ ലഗേജുമായിട്ട് നാട്ടിലേക്ക് പോരുക. ഞാൻ അവിടുന്ന് ഒരു വിധത്തിൽ നടന്ന് കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാനുള്ള അവരൊക്കെ ഒരു സഹായമാകട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു പെട്ടിയും തൂക്കി 2-3 നില കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ചു പോയി. ഏറ്റവും അടിയിലത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ഒരു സഹോദരൻ പോസ്റ്റായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടു. ജനലിൽ കൂടെ അദ്ദേഹം കണ്ടു ഞാൻ ഈ പെട്ടിയും കൊണ്ട് വരുന്നത്. അപ്പോൾ ഈ കാറിൻ്റെ അടുക്കൽ ഒരുപാട് പേരുണ്ട് ഇത് ലോഡ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പം ഒരു 2 സ്റ്റെപ്പ് കൂടെ ഇറങ്ങുന്ന സ്ഥലമായപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസിംഗ് കൂടെ നിൽക്കി പെട്ടി ഞാൻ കൊണ്ടുവയ്ക്കാം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആഗ്രഹം മോളിൽ നിന്ന് പുള്ളിയെ ചുമ്മിക്കൊണ്ട് വന്നതെന്ന് എല്ലാവരും കാണുന്ന. കുഴപ്പമില്ല സഹോദരൻ, ഞാൻ ചുമ്മിക്കോളാന്ന് പറഞ്ഞു.
അപ്പൊ ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ ഇതിനകത്ത് ഫോട്ടോ വരാൻ വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന ഒരുപാടുണ്ട്. പക്ഷെ ദൈവം നോക്കുന്നു ഇന്ന് പകൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക. ചെറിയ കാര്യമല്ല. ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന് വേണ്ടി നിന്നാൽ പാസ് കാണത്തില്ല, കമ്മിറ്റിക്കാർ കാണത്തില്ല, ആരും കാണത്തില്ല. പക്ഷെ ലോകത്തിലുള്ള സകല പ്രവൃത്തികളെയും തടസ്സം കൂടാതെ ഒപ്പിയെടുക്കാൻ കഴിയുന്ന അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ള കർത്താവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന ദൈവസംബന്ധമായ സൽചിന്തകളെ മുഴുവൻ എക്സ്റേ രശ്മികളെക്കാൾ വേഗത്തിൽ ഒപ്പിയെടുക്കാൻ കഴിയുന്നവനായൊരു ദൈവം നാളെയുടെ ദിവസത്തിൽ എൻ്റെ ഈ കരങ്ങൾ, എൻ്റെ ഈ അധരങ്ങൾ, എൻ്റെ ഈ ആരോഗ്യം ആർക്കെങ്കിലുമൊക്കെ നന്മയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയൊക്കെ ചിലതൊക്കെ ചെയ്യാനായിട്ട് നീ മനസ്സ് വെക്കുമ്പോൾ ഒരു ചാനലിലും ഒരു പേപ്പറിലും വന്നില്ലെങ്കിലും ആകാശമണ്ഡലങ്ങൾക്ക് അപ്പുറത്തുള്ള മഹാദൈവത്തിന്റെ കണ്ണുകൾ കൊണ്ടത് കണ്ട് നമുക്ക് വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ദൈവത്തിനു വേണ്ടി ഒരു കാര്യം ചെയ്താൽ, ദൈവനാമത്തിനോട് ചെയ്താൽ, നല്ല മനസ്സോടെ ചെയ്താൽ, ദൈവം ഈ ഭൂമിയിൽ വെച്ചു തന്നെ നിന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ഒരു അംഗീകാരം തരുമെന്ന്. ഹല്ലേലൂയ. ദൈവ മഹത്വം വെളിപ്പെടും. സകല ജഡവും കാണത്തക്ക രീതിയിൽ ഒരു മഹത്വം വെളിപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ അനുഭവം കൂടെ ഞാൻ പറയുന്നതിൽ നിങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ കോഴിക്കോട് സഭയിൽ നിന്ന് ചാർജ് എടുക്കാനായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് എനിക്കറിയുന്നത് പാസക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ പാസക്ക് മാറണമെന്ന് വലിയ താല്പര്യമില്ല. അദ്ദേഹം കുറച്ചു കാലം കൂടെ അവിടെ ശുശ്രൂഷിക്കാനിരിക്കുക. പക്ഷെ ഞാനിതൊന്നും അറിയാതെ പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ ഈ ഇവിടോട്ടൊക്കെ തന്നെ വന്നതും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഒരു ലോറിയിൽ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്, ആ ലോറി തന്നെ പാസ്റ്റർക്ക് വേണം ഉപയോഗിക്കാം. ഓക്കെ പാസ്റ്റർ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷക്കുറവ്. അപ്പോൾ എനിക്കൊരു അബദ്ധവും പറ്റി. അപ്പോൾ ഇതൊന്നും അറിയാതെ ഞാൻ എന്നോട് എന്നാ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, പാസ് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നല്ലേ പാസ് യാത്ര അയക്കാൻ. അപ്പം ഞാൻ അവിടെ പാട്ടും പാടി, എന്നോടുള്ള നിൻ സർവ്വ, അതാണെങ്കിൽ പാസ് അതിനേക്കാൾ വിഷമം. കാരണം എന്നോടുള്ള സർവ്വ നന്മകൾക്കും അദ്ദേഹത്തിനാണ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹവും. അപ്പോൾ അതും പിന്നെ പ്രശ്നമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ പാസ്റ്ററുടെ വൈഫ് ഹോളിനോട് ചേർന്നാണ് പാഴ്സനേജ്. ഈ പാഴ്സനേജിൽ നിന്ന് ഈ സാധനമെല്ലാം ഹോളിൽ കൊണ്ടുവച്ച് ഇവിടെ നിന്നാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോള് മുഴുവൻ പൊടിയായി കിടക്കുക. അപ്പോൾ ഈ പാസ്റ്റർ ഭാര്യ എന്ത് ചോദിച്ചപ്പെട്ട ഞങ്ങളിവിടെ വന്നു, പാസ്റ്റർ ഭാര്യ പോകുന്ന സമയത്താണെങ്കിലും ആ ഹോള് മുഴുവൻ വൃത്തിയാക്കുക. അപ്പോൾ പാസ്റ്റർ ചോദിച്ചു, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അപ്പോൾ അത് അച്ചാച്ചാ നമ്മൾ പോവല്ലേ, ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പോകും, നിനക്ക് അതൊക്കെ ഇനിയുള്ളവർ ചെയ്തോളും, ഒന്നാമത് വിഷമം കൊണ്ടാട്ടോ, അത് നീ ചെയ്യേണ്ട കാര്യമില്ല. പാസ്റ്റർ ഭാര്യ എന്നിട്ടും അത് സമ്മതിച്ചില്ല. പാസ്റ്റർ ഭാര്യ അവിടെ മുഴുവൻ ഈ തിരക്കിനിടയിൽ വണ്ടിയൊക്കെ വന്നേക്ക് പോകാനാണ്, എന്നിട്ടും ഈ പാവ് ഇത് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി. പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞു, നീ അത് ഇട്ടേക്കെന്ന്. പക്ഷെ അവർ തയ്യാറായില്ല. അതിനുശേഷം ഈ പാസ്റ്റർ നിർഭാഗ്യവശാൽ ഒരു ആക്സിഡന്റിൽ തൃശ്ശൂർ വിളിച്ച് മരിച്ചുപോയി. ഞാൻ പറയുമ്പോൾ അത് മനസ്സിലായ ചിലരെങ്കിലും ഇവിടെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ വിളിച്ച ആക്സിഡന്റിൽ ആ പാസ്റ്റർ മരിച്ചു. ഈ സെൻറ്ററിൽ നിന്ന് പോയതാണ്. അതിനുശേഷം ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് 2 സഹോദരിമാരെ, 2 വിധവമാരെ സഹായിക്കാനുള്ള ഓപ്ഷൻ ചർച്ചിൻ്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആർക്ക് ചെയ്യണം? പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ആ സഹോദരി ചെയ്ത 10 മിനിറ്റിൻ്റെ ഒരു പ്രവൃത്തി, 10 മിനിറ്റ് താഴെയുള്ളൂ, ആ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നു. ദൈവത്തിന് ഇപ്പോൾ 8 or 9 കൊല്ലമായി കാണും, മുടങ്ങാതെ എല്ലാ മാസവും ആ സിസ്റ്റർ എല്ലാ മാസവും ഞങ്ങളെ ഒന്ന് വിളിച്ചൊരു ഒരു നന്ദി പറച്ചിലൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരു വള്ളി പുള്ളി കുത്തു കോമ വിസർഗം പോലും പാഴായി പോകത്തില്ല, എനിക്കറിയാം. അത്ര ആത്മാർത്ഥതയോടെയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളോട് പറയും, മക്കളെ ആരെയും ആശ്രയിക്കാതെ എല്ലാ മാസവും ആണെങ്കിലും മുടങ്ങാതെ കിട്ടുന്ന നന്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ടുള്ള നന്മയായി തീർന്നു. ദൈവമക്കളെ, കേവലം ഒരു മനുഷ്യനായ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി കണ്ടിട്ട് പിന്നത്തേതൊരു നന്മ ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആ പ്രവൃത്തിയുടെ ഉടമയായ ഒരു മാതാവിന് വേണ്ടി ചെയ്യാനായിട്ട് എൻ്റെ അകത്തൊരു പ്രേരണ ഉണ്ടായെങ്കിൽ മഹാദൈവത്തിന് പ്രസാദമുള്ളൊരു പ്രവൃത്തി ചെയ്താൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട വഴിയിൽ നിൻ്റെ കരം ശൂന്യമായി പോകുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴിയടഞ്ഞു നിൽക്കുമ്പോൾ, ഭാരമടഞ്ഞു നിൽക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നീ ഭാരത്തോടെ നിൽക്കുമ്പോൾ നീ തളരാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല, നീ ഇടറിപ്പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം ദൈവം നീട്ടാനിടയാകും, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ദൈവം നീട്ടുവാനിടയാകും. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റുമെന്ന് ഇന്ന് പകൽ അതുകൊണ്ട് ഓർക്കണം. ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം ലഭിച്ചാൽ അത് പാഴാക്കി കളയരുത്. കാണുന്നൊരു ദൈവ സ്വർഗത്തിലുണ്ട്. അവന്റെ കൺപോളകൾ ദർശിക്കുന്നു, അവന്റെ കൺപോളകൾ കാണുന്നു. നീതിയായിട്ട് ദൈവം അത് കണക്കിടുവാനിടയാവും. ശിമോന്റെ കാര്യത്തിൽ അവന് ആ കാര്യം ചെയ്തു. അവൻ ഭവനത്തിലെത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പിന്നത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് കുറേനയിൽ ഒരു സഭയുണ്ടെന്നാണ് സഭാചരിത്രം പറയുന്നത്. സഭ സ്ഥാപിച്ചത് ഈ മനുഷ്യനാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ശിമോന് യാത്ര ചെയ്തു, തിരിച്ച് കുറേനയിലെത്തി. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അവന്റെ ശരീരത്തിലൂടെ വ്യാപരിച്ചത് കൊണ്ട് ആ യേശുവിന്റെ നാമത്തിൽ ഒരു ആരാധന കുറേനയിൽ അവൻ ആരംഭിച്ചു.
പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ യേശുവിന്റെ രക്തം നിന്റെ ശരീരത്തിൽ വീണാൽ, അവന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ വീണാൽ, നിന്റെ അകത്ത് മയങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണരൂ, നിന്റെയുള്ള കൃപാവരങ്ങൾ ജ്വലിക്കൂ. പൗലോസ് കൈവെക്കുമ്പോൾ തിമോത്തിയോസിന്റെ അകത്തളങ്ങളിലുള്ള കൃപാവരം ജ്വലിക്കണമെന്ന് ആഗ്രഹിച്ചതുപോലെ നാളുകളായി ചാരം മൂടിക്കിടക്കുന്ന കഴിവുകളെല്ലാം ഉണരുന്ന ഒരു സമയമാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ മേൽ വീഴുമ്പോൾ, ഹല്ലേലൂയ, നാം കർത്താവിന്റെ മേശയിലേക്ക് എടുക്കുമ്പോൾ ആ പാനപാത്രം നമുക്ക് വേണ്ടി ഗാഗുൽത്തായിൽ കർത്താവ് ചൊരിഞ്ഞ രക്തത്തിന്റെ ഓർമ്മയായി നാം അത് പാനം ചെയ്യുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ അകത്തുള്ള കഴിവുകളെ ഓരോന്നോരോന്നായി പുറത്തു വരുവാനിടയാകും. നിന്റെ വിളിക്ക് പിന്നെ ദൈവത്തിനൊരു ആശയുണ്ട്. ആ വിളിയുടെ പിന്നിലുള്ള ആശ നിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കുറേന സഭ ദൈവത്തെ ആരാധിക്കുക മാത്രമല്ല ചെയ്തത്, സുവിശേഷാത്മാവുള്ളൊരു സഭയാ. കാരണം തുടങ്ങിയത് ആത്മനിറവുള്ളൊരു ദൈവദാസനാ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ആ ശരീരത്തിൽ അനുഭവിച്ചപ്പോൾ അദ്ദേഹം യേശുവിന്റെ അനുഗാമിയായി, അദ്ദേഹത്തിന്റെ ഭാര്യ യേശുവിന്റെ അനുഗാമിയായി, അദ്ദേഹത്തിന്റെ മക്കള് ദൈവത്തിന് അലക്സാണ്ടർ രൂഫോസ് കർത്താവിന്റെ അനുഗാമികളായി മാറിയെന്ന്. സ്വതന്ത്രം തീർന്നില്ല. കുറേനയിലൊരു സഭ, ആ സഭ ആത്മഭാരമുള്ള സഭയായി മാറി. ആത്മഭാരമുള്ളവര് തുടങ്ങിയ സഭ, അത് ആത്മഭാരം. ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നെബു ജേക്കബിനെ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം ഒരു സുവിശേഷം അറിയിക്കുന്ന ആളായിട്ടാണ്. ഞാൻ ഞങ്ങളുടെ പറവലിക്കുടിയിൽ ആ ഭവനത്തിൽ ആ ഇൻഡസ്ട്രി നടത്തുന്നവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മകനുമായിട്ട് സുവിശേഷം അദ്ദേഹം പങ്കുവെക്കുന്നത് കണ്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുവാനിടയായത്. ഈ പട്ടണത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മഭാരത്തിന്, സുവിശേഷാത്മാവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതാ ഞാൻ ഓർപ്പിച്ചത്, ഈ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഉടനെ റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരു നിറവ് കാണുവാൻ ദൈവം കൃപ നൽകുമെന്ന്. തീർന്നില്ല ദൈവമക്കളെ. കുറേനയിൽ നിന്ന് ആളുകളെ അന്ത്യോക്യ സഭയിൽ മിഷണറിമാരായിട്ടെത്തി. അന്ത്യോക്യ സഭയിൽ അന്ത്യോക്യയിൽ മിഷണറിമാരായിട്ടെത്തി. അത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. അനേകര് ആ കുറേനയിൽ നിന്ന് കുറെ പേര് വന്ന് അന്ത്യോക്യയിൽ സുവിശേഷം അറിയിച്ചു. തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ മേൽ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ യേശുവിന്റെ രക്തം വീണ് ആ മനുഷ്യൻ ദൈവത്താൽ ഒരു ഉപകരണമായി മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ വിശ്വാസത്തില് അദ്ദേഹം താമസിക്കുന്ന കുറേനയിൽ സഭ, ആ സഭ മിഷണറി ചർച്ചായിട്ട് മാറാനിടയായി. അന്ത്യോക്യയിൽ അവർ സുവിശേഷമായിട്ടെത്തി. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോൾ അതിൽ ഒരുവൻ കുറേനക്കാരനായിരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ പൗലോസ് എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവദാസനെ സുവിശേഷത്തിന്റെ പോർക്കളമേടുകളിലേക്ക്, വയലിലേക്ക് ഇറക്കുവാനായിട്ട്, നിയോഗം നൽകാനായിട്ട് പ്രാർത്ഥിക്കാൻ നിന്നവരിൽ ഒരുവന് കുറേന സഭയിൽപ്പെട്ടവനാകത്തക്ക വിധത്തിൽ ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി അത്രമാത്രം കാര്യങ്ങൾ ചെയ്തെടുക്കാനിടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മേലൊരു ശക്തി ദൈവം പകർന്നിട്ടുണ്ട്, നിന്റെ മേലൊരു അനുഗ്രഹം ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർന്നില്ല ദൈവമക്കളെ. അദ്ദേഹത്തിന്റെ മകനാണ് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസ്. അപ്പൊ റോമാക്കാരോട് മർക്കോസ് പറയുകയാണ്, കർത്താവിൽ പ്രസിദ്ധനായവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ അവൻ എങ്ങനെ പ്രസിദ്ധനായെന്ന് ചോദിച്ചാൽ അവന്റെ അപ്പൻ ശിമോൻ യേശുവിന്റെ ക്രൂശിന്റെ ആഗ്രഹത്തില് അല്പസമയം ചെലവിട്ട ഒരു ചരിത്രമുണ്ടെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ കൂടെയാണ് ഈ റോമാക്കാർക്ക് തൊട്ടു പിന്നാലെ സുവിശേഷം എഴുതുന്ന മർക്കോസ് അത് ഓർപ്പിച്ചുണർത്തുന്നെങ്കിൽ ഇന്ന് പകൽ നിന്റെ ആത്മീയതയുടെ ചരിത്രത്തില് ലോകം മറന്നുപോയ, ലോകം അറിയാത്ത, എന്നാൽ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചൊരു ചരിത്രം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ തലമുറയിൽ ലജ്ജിച്ചു പോകാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങള്, ചില ആദരവുകള്, ചില ഉയർച്ചകള് നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ നൽകാൻ ഇന്ന് പകൽ എൻ്റെ ദൈവ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിനോട് ചെയ്യാനൊരു അവസരം ലഭിക്കുമ്പോൾ കൈയളച്ചിരിക്കരുത്. ദൈവത്തിനോട് ചെയ്യുക, ദൈവത്തിന്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ചെയ്യുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിടയാകും. ദൈവ മഹത്വം വെളിപ്പെടുത്തുവാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയുടെ ജ്വലനം നിന്റെ ജീവിതത്തിൽ ദൈവം പകരാനിടയായി തീരൂ. ആ ദൈവകൃപയുടെ കാന്തിക വലയത്തില് ഒരു അന്ധകാര ശക്തിയും പ്രബലപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവത്തിന് നിവേദിതമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ വാക്കിലൂടെ അവസാനിപ്പിക്കുമ്പോൾ ഓർക്കുക, ഒരു ഭാഗത്ത് അപ്പൻ ദൈവത്തിന് വേണ്ടി നിർബന്ധത്താലാണ് ചെയ്തത്. പക്ഷെ ഇപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, 2 മക്കൾ, അവർ ക്രിസ്തുവിൽ വിശ്രുതരായി. ഒരു മകൻ കർത്താവിൽ പ്രസിദ്ധനായി. അനുഗ്രഹത്തിന്റെ ഒരു കരകവിഞ്ഞൊഴുക്ക് ആ കുടുംബത്തിനകത്തേക്ക് വ്യാപരിച്ചതിന്റെ പിന്നില് ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രവൃത്തി. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് നാം മടങ്ങി പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവേ
നാളെയുടെ ദിനങ്ങളിൽ അങ്ങനെക്ക് നൽകിയ ആത്മിക ഭൗതിക അപദാനങ്ങൾ അങ്ങയുടെ രാജ്യത്തിന്റെ അങ്ങയുടെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ എനിക്കൊരു അവസരം ലഭിച്ചാൽ അത് അങ്ങേക്ക് വേണ്ടി പെടുത്താൻ എന്നെ സഹായിക്കണം. മനുഷ്യനെയല്ല, സ്വർഗത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവേദനു വേണ്ടി ദൈവം മഹത്വമായി വെളിപ്പെടുവാനിടയാകും. ദൈവത്തെ സേവിക്കുന്ന ദൈവവേദനെ ഇടറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. 3 ദിവസമായി പ്രാർത്ഥിക്കുന്ന ആ വചനം കേൾക്കുന്ന ജനം അവർ പോയാൽ ഇടറി വീഴുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക്, അവരിൽ പലരും ദൂരത്തു നിന്ന് വന്നവരല്ലോ. കർത്താവ് അവർ നടന്നു വന്ന വഴിയുടെ ദൂരം പോലും അളക്കുന്ന ദൈവമാണ്. ഇന്ന് പകല തൊട്ടടുത്ത് വന്നവനേക്കാൾ ദൂരത്തു നിന്ന് വന്നവൻ സഹിച്ച ത്യാഗം പോലെ അവൻ അറിയുന്ന ദൈവമാണ്. അവരിൽ പലരും ദൂരത്തു നിന്ന് വന്നവരല്ലോ, അവർ വീഴാനിടവരരുത്. ഇന്ന് പകൽ ദൈവത്തിനു വേണ്ടി, ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നീ കൊടുത്ത വില അവൻ അറിയുന്നുണ്ട്. വില കൊടുത്ത് നീ ഇടറിപ്പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ ഉറപ്പിക്കാൻ ഇന്ന് പകൽ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഈ കർത്താവിന്റെ അനുഗ്രഹീതമായ പാതാരബിന്ദങ്ങളെ തടസ്സം കൂടാതെ അനുഗമിക്കുവാൻ, അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെയും ആ നാമം നമ്മിലൂടെ സുഗന്ധപൂരിതമായി തീരുവാൻ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും സഭയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അവസരം എനിക്ക് ഒരുക്കിയ പാസ്റ്ററോട്, സഭയോടുള്ള സന്തോഷ സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.